السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. തുല്യതകളില്ലാത്ത ഈ മഹാസമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരെ, നേതാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സഹൃദയരെ, മാനവ സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ലോകത്ത് നിലനിൽക്കുന്ന അതുല്യ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന് മുസ്ലിമീങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നതാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ഒരു സംസാരത്തിൽ വിശദീകരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അറിയുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വരെ 10 തലമുറ ഒരേ വിശ്വാസവും ആദർശവും സ്വീകരിക്കുന്ന ആളുകളായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ എന്ന് 2-ാം അധ്യായത്തിലെ 213-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും ബഹുദൈവാരാധകരായിരുന്നു. പുണ്യപുരുഷന്മാരെ, മഹാപുരുഷന്മാരെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അവിടേക്കാണ് ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. ഈ സദസ്സ് ശരിക്കും ശ്രദ്ധിക്കുക. അഥവാ ഒന്നാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്നത് ആരാണ്? മുസ്ലിമീങ്ങളല്ല, പിന്നെയോ ബഹുദൈവാരാധകരായ ആളുകൾ. അപ്പോൾ ബഹുദൈവാരാധകരായ ആളുകളിലേക്കാണ് ഒന്നാമത്തെ റസൂല് കടന്നു വരുന്നത്. ആ റസൂല് കടന്നു വന്നപ്പോൾ ഈ നാട്ടിലൊക്കെയുള്ളത് ബഹുദൈവാരാധകരാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നാണോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? അല്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് ബഹുദൈവാരാധകരായ ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല, പിന്നെ എന്തു വേണം? പൂർണ്ണമായും മുസ്ലിമീങ്ങളായ ആളുകളുള്ളിടത്തേ നിൽക്കാൻ പാടുള്ളൂ. ഈ ധാരണ ലോകത്തിലെ ഏതെങ്കിലും മുസ്ലിമീങ്ങളായ ആളുകൾക്കുണ്ടെങ്കിൽ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആ ധാരണ തിരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ലോകത്ത് കടന്നു വന്ന സകല റസൂലുകളും ബഹുദൈവാരാധന നടത്തുന്ന മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളായ ഒരു സൊസൈറ്റിയിലേക്കാണ് നിയോഗിതരായത്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിൽക്കാൻ പാടില്ലായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരെ ആ സമൂഹത്തിലേക്ക് അയക്കുമോ? മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ലോകത്തിലുള്ള മനുഷ്യന്മാർ മുഴുവൻ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഏ മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ മാനവ സമൂഹം ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ മക്കളാണ്, ഒരേ ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അകാരണമായി ആരെയെങ്കിലും വെറുക്കുക, അകാരണമായി ആരെയെങ്കിലും എതിർക്കുക എന്ന ഒരു തത്വശാസ്ത്രവുമായിട്ടല്ല മഹാന്മാരായ പ്രവാചകന്മാർ ലോകത്ത് വന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
മാനവ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള അതുല്യമായ നീതിബോധത്തിൽ നിന്ന് ജനങ്ങൾ എപ്പോഴാണോ വ്യതിചലിക്കുന്നത്, അപ്പോൾ സത്യത്തിൻ്റെ പാന്താവിലേക്കും നന്മയുടെ പാന്താവിലേക്കും ഐക്യത്തിൻ്റെ പാന്താവിലേക്കും മാനവ സമൂഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് ലോകത്തിൽ സകല പ്രവാചകന്മാരും കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. തീർച്ചയായും നാം റസൂലുകളെ അയക്കുന്നു, ലോകത്തേക്ക് വേദഗ്രന്ഥങ്ങളും അയക്കുന്നു. എന്തിനു വേണ്ടിയാണത്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, മാനവ സമൂഹത്തിൽ നീതി ഉണ്ടാകുവാൻ വേണ്ടി, മാനവ സമൂഹം മുഴുവൻ നീതിബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി മാറുവാൻ വേണ്ടി. സൃഷ്ടിച്ചവനായ ഏകനായ നാഥനെ ആരാധിക്കേണ്ടതിനു പകരം സൃഷ്ടികളെ ആരാധിക്കുന്നത് അനീതിയാണെങ്കിൽ ആ അനീതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അതുല്യമായ നീതിബോധത്തിലേക്ക് മാനവ സമൂഹത്തെ കൊണ്ടുവരാൻ വേണ്ടി. അതുപോലെ തന്നെ നാം എല്ലാവരും ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അകാരണമായി വെറുക്കാൻ നമ്മൾ പാടില്ല. എല്ലാവരോടും നീതിപൂർവം വർത്തിക്കണം. നിന്റെ ശത്രുവിനോടാണെങ്കിൽ പോലും നീതിയിൽ മാത്രമേ വർത്തിക്കാവൂ എന്ന മഹത്തായ സന്ദേശം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിൽ അവർ പാലിക്കേണ്ടുന്ന ഏറ്റവും വലിയ മര്യാദകൾ പറഞ്ഞ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅദിലൂ ഹുവ അഖറബു ലിത്തഖ്വ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികൾ എന്നുള്ള നിലക്ക് സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നിൽക്കണം. ഒരു ജനതയോടുള്ള വെറുപ്പ്, വിദ്വേഷം അത് ഏതെങ്കിലും മേഖലയിലാകാം, വിശ്വാസപരമായതാകാം, അതല്ലെങ്കിൽ മറ്റു മേഖലകളിലാകാം. പക്ഷേ ഒരിക്കലും അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്കത് പ്രേരകമായി തീരരുത്. അതുകൊണ്ട് നീതിയിലും നന്മയിലുമായിരിക്കണം മുസ്ലിം സമൂഹം ഏത് നാട്ടിലും വർത്തിക്കേണ്ടത്. ഒരിക്കലും ഏതെങ്കിലും വിഭാഗങ്ങളോടുള്ള വെറുപ്പോ വിദ്വേഷമോ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം ലോകത്തിൽ നീതി സ്ഥാപിക്കുക എന്നതാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ആ നിയോഗത്തിൻ്റെ ലക്ഷ്യവും മാനവ സമൂഹത്തെ നീതി പഠിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവാചകനും ഒരു നാട്ടിൽ വന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ തൻ്റെ വിശ്വാസമുള്ള ആളുകളല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവരോട് യാതൊരു നിലക്കും ബന്ധപ്പെടാതെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കലായിരുന്നില്ല. പിന്നെയോ അവരെന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പറഞ്ഞയച്ചത് എന്തൊരു ദൗത്യത്തിനാണോ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി, മഹത്തായ ദഅവത്ത് നടത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ തേടുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. തങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തോട് അവർ പറഞ്ഞത്, വഅനലക്കും നാസിഹുൻ അമീൻ, ഞങ്ങൾ നിങ്ങളോട് നാസിഹ്യങ്ങളാണ്, വിശ്വസ്തരാണ്, നിങ്ങളോട് ഗുണം കാംക്ഷിക്കുന്നവരാണ്, അല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. മറിച്ച് ഞങ്ങൾ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ്. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ മറന്നിരിക്കുന്നു, സദാചാരങ്ങൾ മറന്നിരിക്കുന്നു, നന്മകൾ മറന്നിരിക്കുന്നു. അതുകൊണ്ട് ഏകദൈവാരാധനയിലേക്കും നന്മയിലേക്കും നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളോട് കാതോർക്കണേ, ഞങ്ങളുടെ വാക്കുകൾ കേൾക്കണമേ എന്നാണ് സകല പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രബോധന പ്രവർത്തനങ്ങൾ 13 വർഷം, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഒട്ടനവധി പീഡനങ്ങൾ, ഒട്ടനവധി പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് സ്വന്തം നിലക്ക് പുറത്തു പോയിട്ടില്ല. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അമുസ്ലിമീങ്ങളായ ആളുകളുടെ നാട്ടിലാണെങ്കിൽ ആ നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്ത ചില ആളുകൾ പറയുന്നത് പോലെ ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അത്യബകി വഅഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമകി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. നീ എനിക്ക് എത്ര പ്രിയപ്പെട്ട നാടാണ്, ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് വേറെ പോകുമായിരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന് ആ നാട്ടിൽ നിൽക്കാൻ സത്യപ്രബോധനത്തിന്റെ ശത്രുക്കൾ സമ്മതിക്കാതിരുന്നപ്പോൾ ഒട്ടനവധി ത്യാഗങ്ങളും സഹനങ്ങളും നടത്തിയതിനു ശേഷം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇനി ഒരു നിലക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു തന്റെ സമൂഹത്തോട്. ഇബ്നു മാജ തന്റെ സുനനിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിദു നഫ്സഹു അല الناس في الموسم فيقول على رجل يحملني الى قومي فان قريشا قد منعوني ان ابلغ كلام ربي. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കാൻ? ഖുറൈശികൾ എന്നെ ദഅവത്തിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു. റഹ്മാനായ നാഥന്റെ വാക്കുകൾ ജനങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നതിൽ നിന്ന് ഖുറൈശികൾ എന്നെ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ അമുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ശർഹിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രഗൽഭനായ അബ്ദുൽ അസീസ് ഇബ്നു മർസൂഖ് അത്ത്-തുറൈഫി അദ്ദേഹം രേഖപ്പെടുത്തി, ഈ ഹദീസിൽ തെളിവുണ്ട് ഇസ്ലാമിന്റെ മഹത്തായ ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൗഹീദിന്റെ ശബ്ദം ജനങ്ങളുടെ കാതുകളിൽ എത്തിക്കുവാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ ആളുകളാകട്ടെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാകട്ടെ ആരുമാകട്ടെ അവരുടെ ആശീർവാദത്തോടുകൂടി അവരുടെ അനുവാദത്തോടുകൂടി അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി അവരുടെ സഹായത്തോടുകൂടി ഒരു മുസ്ലിമിന് ദഅവത്ത് നടത്താവുന്നതാകുന്നു. നമ്മുടെ നാട്ടിൽ ശരീഅത്തിൽ വിജ്ഞാനമില്ലാത്ത, മതത്തിൽ വേണ്ടത്ര വിജ്ഞാനം നേടിയിട്ടില്ലാത്ത ചില അല്പജ്ഞാനികളായ ആളുകൾ ചോദിക്കുന്നു, അമുസ്ലിമീങ്ങളുടെ ആശീർവാദത്തോടുകൂടി ദഅവത്ത് നടത്താൻ പാടുണ്ടോ? അമുസ്ലിമീങ്ങളുടെ സഹായത്തോടുകൂടി ദഅവത്ത് നടത്താൻ പാടുണ്ടോ? അത് സലഫിയത്തിനെതിരാണ്, മൻഹജിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ചില കൽപ്പന കക്ഷികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. അവരോട് നമുക്ക് പറയാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത് പ്രവാചകന്റെ മൻഹജിൽ പെട്ടതല്ല. മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ വല്ല അമുസ്ലിമീങ്ങളും ഉണ്ടോ എന്നെ സഹായിക്കാൻ, ഈ മഹത്തായ കലിമത്തു തൗഹീദ് മാനവ സമൂഹത്തിന്റെ കാതുകളിൽ എത്തിക്കാൻ എന്നെ സഹായിക്കാൻ ആരോ ഉണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സകല അമ്പിയാക്കളുടെയും ചരിത്രം അതായിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 91-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സത്യനിഷേധികളായ ആളുകൾ മഹാനായ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഖാലൂ യാ ശുഐബ് മാ നഫഖഹു കസീറൻ മിമ്മാ തഖൂൽ വഇന്നാ ലനറാക ഫീനാ ളഈഫാ വലൗലാ റഹ്തുക ലറജംനാക വമാ അൻത അലൈനാ ബിഅസീസ്. ഓ ശുഐബേ, താങ്കൾ പറയുന്ന അധിക കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ താങ്കളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തത് താങ്കളിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും താങ്കളുടെ കുടുംബക്കാരുടെ പ്രൊട്ടക്ഷനിലാണ്, കൂട്ടുകാരുടെ പ്രൊട്ടക്ഷനിലാണ് താങ്കൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ദഅവത്തിന് പ്രൊട്ടക്ട് കൊടുത്തതാരാ? അവിശ്വാസികളായ കുടുംബക്കാർ, തൗഹീദ് സ്വീകരിക്കാത്ത കുടുംബക്കാർ, തൗഹീദ് സ്വീകരിക്കാത്ത സുഹൃത്തുക്കൾ, അവരാണ് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അവർ വിശ്വാസികളല്ലെങ്കിൽ പോലും. ഈ മഹത്തായ ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി അദ്ദേഹം രേഖപ്പെടുത്തി, ഈ ആയത്തിൽ തെളിവുണ്ട്. എന്തിനാണ് തെളിവ്? അമുസ്ലിമീങ്ങളുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നാണോ? ദഅവ കാര്യങ്ങളിൽ ഒരു രാജ്യത്തിലെ സഹിഷ്ണുതയുള്ള വിശാല ഹൃദയമുള്ള അമുസ്ലിമീങ്ങളായ ആളുകളുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ തെളിവെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ് എന്നാണ്. റഹ്മാനായ നാഥന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പോലും ഇസ്ലാമിക പ്രബോധനത്തിന് സഹായിക്കുക എന്നത്. അദ്ദേഹം പറഞ്ഞു, വമിൻഹാ അന്നല്ലാഹ യദ്ഫഉ അനിൽ മുഅ്മിനീൻ ലിഅസ്ബാബിൻ കസീറ ഖദ് യഅലമൂന ബഅദഹാ വഖദ് ലാ യഅലമൂന ശൈഅൻ മിൻഹാ വറുബ്ബമാ ദഫഅ അൻഹും ബിസബബി ഖബീലതിഹിം ഔ അഹ്ലി വതനിഹിമുൽ കുഫാർ കമാ ദഫഅ അല്ലാഹു عن شعيب ورجم قومه بسبب رهتي وأن هذه الروابط التي يحصل بها الدفع عن الإسلام والمسلمين لا بأس بالسعي فيها بل ربما تعين ذلك لأن الإصلاح مطلوب على حسب القدرة والإمكان.
നാസിർ അസ്-സഅദി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി അദ്ദേഹം പറയുകയാണ്, ഈ ആയത്തിൽ തെളിവുണ്ട് അല്ലാഹു ഇസ്ലാമിക പ്രബോധനത്തെ പലരാലും സഹായിക്കും. അതിൽപ്പെട്ടതാണ് പ്രബോധനം നടത്തുന്ന ആളുടെ കബീല, അല്ലെങ്കിൽ ആ നാട്ടിലെ നിഷേധികളായ ആളുകൾ തന്നെ, പക്ഷെ അവർ സഹൃദയരാണ്, നല്ല മനസ്സുള്ളവരാണ്. അത്തരം ആളുകളുടെ കൈകളിലൂടെ ഇസ്ലാമിക ദഅവത്തിനെ സഹായിക്കുക എന്നത് റഹ്മാനായ നാഥന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അതറിയാത്ത, അത് തിരിച്ചറിയാത്ത, അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ അത് ഇസ്ലാമിന് അന്യമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഖുർആനിൽ അവഗാഹമുള്ള, ഹദീസിൽ അവഗാഹമുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ അവഗാഹമുള്ള, പ്രബോധന പ്രവർത്തനങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ അവർ എന്നും പറഞ്ഞിട്ടുള്ളത് അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് തന്റെ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആരുടെ തണലിലായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, അബൂ താലിബിന്റെ തണലിലാണ്. അബൂ താലിബ് ആരാണ്? സലഫിയാണോ? മുസ്ലിമായിരുന്നോ? അല്ല, അബൂ താലിബ് കാഫിറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനത്തെ അംഗീകരിക്കാത്ത അബൂ താലിബ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ തവക്കുലുള്ള ആളാണ്, എനിക്കെന്നെ റബ്ബ് മതി, അതുകൊണ്ട് നിഷേധിയായ തൗഹീദ് വിശ്വസിക്കാത്ത ഒരു അമുസ്ലിമിന്റെ സഹായം എനിക്ക് വേണ്ട എന്നാണോ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, അല്ലാഹുവിന്റെ റസൂൽ അബൂ താലിബിന്റെ മരണം വരെ അബൂ താലിബിന്റെ പ്രൊട്ടക്ഷനിലാണ് ദഅവത്ത് നടത്തിയത്. എനിക്കത് വേണ്ടാന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്നാൽ അബൂ താലിബ് മരണപ്പെട്ടപ്പോ പ്രൊട്ടക്ഷൻ നൽകാൻ ആളില്ലാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി ത്വായിഫിലേക്ക് പോയി. പക്ഷേ ത്വായിഫിൽ നിന്ന് നമുക്കറിയാം, പ്രസിദ്ധമായ ചരിത്രമാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നാട്ടി ഓടിക്കപ്പെട്ടു. ആ പ്രവാചകൻ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് പ്രൊട്ടക്ഷൻ തരണം. ആരാണ് എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത്? അൽ മുത്ഇം ഇബ്നു അദിയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. ആരാ മുത്ഇം ഇബ്നു അദി? മുസ്ലിമാണോ? തൗഹീദ് സ്വീകരിച്ച ആളാണോ? അല്ല, നിഷേധിയാണ്, ബഹുദൈവാരാധകനാണ്. പ്രവാചകന്റെ പ്രബോധനത്തിൽ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ള പറയാണ്, എനിക്ക് മക്കയിൽ പ്രവേശിക്കാൻ അങ്ങയുടെ പ്രൊട്ടക്ഷൻ വേണം. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിഞ്ഞിരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഈ ഉമ്മത്തിൽ റസൂലുള്ള കഴിഞ്ഞാൽ ഏറ്റവും മഹാനാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ മുസ്ലിമായി ജീവിച്ചതും ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയതും ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ ആളുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ അദ്ദേഹം മക്കയിൽ പ്രവേശിച്ചത്, അബിസീനിയയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മക്കയിൽ പ്രവേശിച്ചത് മുഗീറയുടെ ആ ഒരു പ്രൊട്ടക്ഷനിലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൽ ആസ് ഇബ്നു വാഇൽ അസ്-സഹ്മി എന്ന് പറയുന്ന ഒരു മുസ്ലിമായ സഹോദരന്റെ പ്രൊട്ടക്ഷനിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മക്ക രാജ്യത്തുണ്ടായിരുന്ന അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത്. അഥവാ ഏതെങ്കിലും ഒരു വ്യക്തി പറയാണ്, ഇന്ന വ്യക്തി എന്റെ പ്രൊട്ടക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല. അയാൾ എന്ത് വിശ്വാസം പ്രചരിപ്പിച്ചോട്ടെ, എന്ത് തന്നെ കാര്യങ്ങൾ അയാൾക്കുള്ളത് ചെയ്തോട്ടെ, പക്ഷെ ഇന്ന വ്യക്തി എന്റെ പ്രൊട്ടക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു നിയമം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഖുർആനിന്റെ നിയമമല്ല, ഹദീസിലെ നിയമമല്ല, ശരീഅത്തിലെ നിയമമല്ല, ആ നാട്ടിലെ നിയമം, ആ നാട്ടിലെ ബഹുദൈവാരാധകരായ ആളുകൾ ഉണ്ടാക്കിയ നിയമം. ആ നിയമം എനിക്ക് വേണ്ട എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം ജനങ്ങളുടെ കാതുകളിൽ എത്തുന്നതിനേക്കാൾ വലിയ ഒരു ദൗത്യവും ഒരു മുസ്ലിമിന് ചെയ്യാനില്ല. അത് എത്തിക്കാൻ സഹായകരമായി തീരുന്ന ഏതെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളോട് ഞാൻ രാജിയാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിൽഫുൽ ഫുളൂൽ എന്നറിയപ്പെടുന്ന മഹത്തായ ഒരു കരാർ ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അഥവാ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ കരാർ ഉണ്ടായിരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖദ് ഷഹിദതു ഫീ ദാരി അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ حلفا ما أحب أن لي به حمر النعم ولم أدعي به في الإسلام لأجبت. അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനിന്റെ വീട്ടിൽ വെച്ച് ഒരു ഹിൽഫുൽ ഫുളൂൽ നടന്നിട്ടുണ്ട്. എന്താണത്? ഒരാളും ആക്രമിക്കാൻ പാടില്ല, ഒരാളോടും അനീതി ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വിശ്വാസവും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. ആരും ഒരാളാലും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന കരാറിൽ അവർ കൂടിച്ചേർന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇനിയും അതേപോലെയുള്ള കരാറുകൾ, സമാധാന സന്ധികൾ, കരാറുകൾ, മഹത്തായ ദഅവത്ത് രാജ്യത്ത് നടത്താൻ പറ്റും
വിളിച്ചാൽ ഞാൻ മുസ്ലിമായി എന്നതുകൊണ്ട് ഇനി എനിക്ക് ആ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറില്ല. മറിച്ച് അതുപോലെയുള്ള കരാറുകളിൽ ഞാൻ വിളിക്കപ്പെട്ടാൽ ഇസ്ലാമിലാണെങ്കിൽ പോലും ഞാൻ അതിന് ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകരിൽ നമുക്ക് ഉത്തമമായ മാതൃകയില്ലേ? മതത്തെക്കുറിച്ച് അറിയാത്ത അല്പജ്ഞാനികളായ ആളുകൾ ഏതോ ചില ദേശങ്ങളുടെ പേരിൽ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതല്ല നമുക്ക് മതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് മാതൃക അല്ലാഹുവിന്റെ റസൂലും മഹാന്മാരായ സ്വഹാബികളും ഖുർആനും സുന്നത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോ എന്താ പറഞ്ഞത്? ഇനി ഈ നാട്ടിലുള്ള യഹൂദന്മാരൊക്കെ പോകണം, ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികളൊക്കെ പോകണം, ഈ നാട്ടിലുള്ള ബൗദ്ധവാരാധകരൊക്കെ പോകണം, ഈ നാട് എന്റേതും എന്റെ ആളുകളുടേതുമാണ് എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? മറിച്ച് ചരിത്രകാരന്മാരെല്ലാം ഐക്യകണ്ഠേന രേഖപ്പെടുത്തുന്നു അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ കരാർ. ആ കരാറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന യഹൂദ ബനി ഔഫ് ഉമ്മ മഅൽ മുഅ്മിനീൻ ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും. യഹൂദ സമൂഹം ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്ത് തന്നെയാണ്. അവർക്ക് അവരുടെ മതം, എനിക്ക് എന്റെ മതം, മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങളുടെ മതം, യഹൂദന് യഹൂദന്റെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന സൗഹാർദ്ദത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തത് വഅന്ന നസ്റ ലിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനാരോ അവന്റെ മതം നോക്കാതെ ഇവിടെ സഹായം നൽകപ്പെടുന്നതാകുന്നു. ആക്രമിക്കപ്പെട്ടവന് മുസ്ലിം ആണെങ്കിൽ ഒരു നിയമം, ആക്രമിക്കപ്പെട്ടവന് യഹൂദിയാണെങ്കിൽ ഒരു നിയമം. അങ്ങനെയല്ല. ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങൾക്കും ബഹുമതങ്ങൾ തിങ്ങി താമസിക്കുന്ന രാഷ്ട്രങ്ങളുടെ അധിപന്മാരായി നിലകൊള്ളുന്നവരും അതുപോലെ തന്നെ അത്തരം രാഷ്ട്രങ്ങളുടെ സാരഥ്യം വഹിക്കുന്നവർക്കും ഇസ്ലാമിൽ മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ വ്യക്തമായ പാഠങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ പറഞ്ഞത് ആക്രമിക്കപ്പെട്ടവനാരോ അവന്റെ മതം നോക്കാതെ നടപടിയെടുക്കും. അവൻ യഹൂദനാണെങ്കിലും ശരി, അവൻ മുസ്ലിം ആണെങ്കിലും ശരി. അതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുകയും അക്രമികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സൗഹാർദ്ദം നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത്. കാരണം ഇസ്ലാമിന്റെ ദഅവത്ത് ജനങ്ങൾക്കിടയിൽ എത്തണമെങ്കിൽ ശാന്തി വേണം, സമാധാനം വേണം, ദഅവാ പ്രവർത്തനങ്ങൾ നടക്കണം. അല്ലാതെ ഈ നാട്ടിൽ എന്റെ വിശ്വാസമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ തൗഹീദ് പറയാൻ ആളുണ്ടാകുമായിരുന്നു, ഇവിടെ നന്മ പറയാൻ ആളുണ്ടാകുമായിരുന്നു. പക്ഷേ പ്രവാചകന്മാർ അങ്ങനെയല്ല ചെയ്തത്. എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിപ്പിച്ചു. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 950 വർഷം പീഡനങ്ങൾ സഹിച്ചിട്ടും ഞാനും നാട്ടിൽ നിന്ന് പോവാന്നല്ല പറഞ്ഞത്. പിന്നെയോ ജനങ്ങളെ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹ് നിങ്ങൾക്കില്ല എന്നതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ, പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫത്ഹ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. പ്രവാചകരെ, താങ്കൾക്ക് നാം ഉന്നതമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. അറിയുമോ നിങ്ങൾക്ക് ആ വിജയം എന്താണെന്ന്? തഫ്സീർ തബരിയിൽ രേഖപ്പെടുത്തുന്നു. അൻ ജാബിരിൻ ഖാല മാ കുന്നാ നഉദ്ദു ഫത്ഹ മക്ക ഇല്ലാ യൗമൽ ഹുദൈബിയ്യ. മക്കൻ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിയാണ്. അതാണ് മക്കൻ ഫത്ത്. ഞങ്ങൾ അതിനെ എണ്ണിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അവ ഫത്ഹു ഹുവ, ഇത് ഫത്ഹാണോ? ഹുദൈബിയ സന്ധി ഫത്ഹാണോ? സമാധാന കരാർ ഫത്ഹാണോ? ഓരോ ആളുകൾക്കും അവരുടെ മതം പ്രചരിപ്പിക്കാമെന്ന ആ കരാർ അത് ഫത്ഹാണോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം, അതെ, ഇതാണ് ഫത്ഹ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫത്ഹ് എന്താണെന്ന് ചോദിച്ചാൽ അധർമ്മത്തിൽ ആണ്ടുപോയ, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളായ ഒരേ കുടുംബത്തിലെ സഹോദരന്മാർ സത്യമറിയാതെ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുടെ ദുഷ്പ്രേരണ നിമിത്തം ശിർക്ക് ചെയ്യുന്ന, ബിദ്അത്ത് ചെയ്യുന്ന, ഖുറാഫാത്ത് ചെയ്യുന്ന, തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലായി പോയിട്ടുണ്ട്. അവരോട് നമുക്ക് സഹതാപമുണ്ട്, സങ്കടമുണ്ട്. ആ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, ഐക്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ, അതിനുള്ള ഒരു അവസരം നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഫത്ഹ് വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ഇത് ഒരു മുസ്ലിം രാഷ്ട്രമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ പ്രകാരമാണോ പ്രബോധന ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്? അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പറയാനും വീട് വീടാന്തരം കയറിയിറങ്ങി അങ്ങാടികളിലും റോഡുകളിലും വഴിയോരങ്ങളിലും പട്ടണങ്ങളിലും അല്ലാത്തിടത്തും ഇസ്ലാമിന്റെ മഹത്വം ജനങ്ങളോട് വിളിച്ചു പറയാൻ പ്രവിശാലമായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥ ഫത്ഹാണ്, ഫത്ഹാണ്, ഫത്ഹാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തി, വൽ മുറാദു ബിഹി സുൽഹുൽ ഹുദൈബിയ്യ.
فإنه حصل بسببه خير جزيل وآمن الناس واجتمع بعضهم ببعض وتكلم المؤمن مع الكافر وانتشر العلم النافع والإيمان. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഹുദൈബിയ സന്ധി ഫതഹാവാനുള്ള കാരണം ഒരു മുസ്ലിമിന് അമുസ്ലിമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ വിജയം. വൻതശറൽ ഇൽമുൻ നാഫിഉ വൽ ഈമാൻ, ഉപകാരപ്രദമായ അറിവും ഈമാനും സകല ജനങ്ങളുടെയും കാതുകളിൽ എത്തിക്കുവാനുള്ള അതുല്യമായ ഒരു മുഹൂർത്തമാണ് ആ മഹത്തായ സമാധാന സന്ധിയിലൂടെ ഉണ്ടായത്. അത് തന്നെയാണ് ഫതഹ്. ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ ജനങ്ങളുടെ കാതുകളിൽ തടസ്സമില്ലാതെ എത്തിക്കാനുള്ള ഒരു സംവിധാനമുള്ള രാജ്യം ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഫത്ഹാണെന്ന തിരിച്ചറിവ് അല്പജ്ഞാനികളായ ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുമായിരുന്നില്ല. തഫ്സീറുസ് സഅദിയിൽ ഇതേ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി, വബിസബബി ദാലിക് ലമ്മ അമിന الناس بعضهم بعضا اتسعت دائرة الدعوة لدين الله عز وجل وصار كل مؤمن بأي محل كان من تلك الأقطار يتمكن من ذلك وأمكن الحريص على الوقوف على حقيقة الإسلام فدخل الناس في تلك المدة في دين الله أفواجا فلذلك سماه الله فتحا ووصفه بأنه فتح مبين. عبد الرحمن بن ناصر السعدي അദ്ദേഹം പറയുകയാണ്, ദഅവത്തിന്റെ ആ ഒരു ബൗണ്ടറി അങ്ങോട്ട് അകന്നുപോയി എന്ന് പറഞ്ഞാൽ കെട്ടിക്കുടുക്കുകളൊക്കെ ഇല്ലാതായി. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ഉള്ള ഒരവസരമുണ്ടായി. അങ്ങനെ അവസരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമുസ്ലിമീങ്ങളായ ആളുകളോട് അങ്ങേയറ്റത്തെ സൗഹാർദ്ദത്തോടു കൂടി നിൽക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് കരണീയമാണ്. സൂറത്തുൽ മുംതഹിനയിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാതിരിക്കുന്ന, നിങ്ങളോട് സമരം ചെയ്യാൻ വരാതിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് നന്മ ചെയ്തു കൊടുക്കലും അതേപോലെ തന്നെ അവരോട് പുണ്യം അനുസരിച്ച് വർത്തിക്കലും തീർച്ചയായും ഇസ്ലാമിൽ പെട്ടതാകുന്നു എന്നും അത് ഖൈറാണ് എന്നും അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമാണ് സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കട്ടെ. ചില ആളുകൾ ലോകത്ത് ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വളരെ ന്യൂനപക്ഷമായ ആളുകൾ അവർ പറയുന്നു, ജനാധിപത്യം മതേതരത്വം അമുസ്ലിമീങ്ങളായ ആളുകൾ ഭരിക്കുന്ന നാട്ടിൽ അത്തരം നാട്ടുകളിലൊക്കെ വോട്ട് ചെയ്യാൻ പാടില്ല, ജനാധിപത്യ സംവിധാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഏതൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വരികയും അതേസമയം മാറി നിൽക്കുന്നത് ചില ന്യായങ്ങൾ കൊണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവരത് ശ്രമിക്കുന്നത്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങളിൽ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് അദ്ദേഹം മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് ദീന് പറഞ്ഞു കൊടുത്ത മദീന പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അദ്ദേഹം പറയാണ്, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൗ കാന അൽ-അംറു യദൂറു ബൈന ശഖ്സൈനി അഹദുഹുമാ ശരീറുൻ വസ്സാനി ദൂനഹു ഫി ശർ കമാ യഹ്സുലു ഫി ബഅദ് അൽ-ബിലാദ് അല്ലതി ഫീഹാ അഖല്ലിയാത്തുൻ ഇസ്ലാമിയ്യ വൽ ഹുക്മു ഫീഹാ ലിൽ കുഫാർ ഫഇദാ കാന അൽ-അംറു യദൂനു ബൈന കാഫിറൈൻ أحدهما شديد الحقد على المسلمين وشديد المعاداة لهم ويضيق عليهم ويمنعهم من أداء شرائعهم والثاني مسالم ومتعاطف مع المسلمين وليس عنده الحقد الشديد عليهم فلا شك أن ترجيح جانب من يكون خفيفا على المسلمين أولى من ترك الأمر بحيث يتغلب ذلك الكافر الشديد الحقد على المسلمين فيجوز الدخول في الانتخابات من أجل تحصيل هذه المصلحة. അദ്ദേഹം പറയാണ്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമുള്ള ഒരു രാജ്യത്ത് 2 സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്ഥാനാർത്ഥി മുസ്ലിമീങ്ങളോട് നല്ല ഐക്യത്തിലും സമാധാനത്തിലും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആളാകട്ടെ മുസ്ലിമീങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം, ജനാധിപത്യത്തിൽ പങ്കെടുക്കണം. മുസ്ലിമീങ്ങളുടെ ദഅവത്തും അവരുടെ ശരീഅത്തും അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കുന്ന ഭരണാധികാരികളായ ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അത് മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്തിൽപ്പെട്ടതാണ്. അല്ലാതെ പന്നിമാംസം തിന്നുന്നത് പോലെയോ
കള്ളു കുടിക്കുന്നത് പോലെയോ ഒരു തെറ്റായ കാര്യം നിർബന്ധിതാവസ്ഥയിൽ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെയുള്ള ഹുക്കുമല്ല, മറിച്ച് ഇസ്ലാമിലെ സ്ഥിരപ്പെട്ട ഹുക്കുമാണ്. അത്തരം അവസരങ്ങളിൽ മുസ്ലിമീങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളിൽ, മതേതരത്വ സംവിധാനങ്ങളിൽ പങ്കെടുക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണത്. അതുകൊണ്ടാണ് സുഹൈൽ ഇബ്നു അംറിനെ ഹുദൈബിയ സന്ധിക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ സുഹൈലിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖദ് സഹലല്ലാഹു ലക്കും ഉമൂറക്കും, നിങ്ങളുടെ കാര്യം അള്ളാഹു എളുപ്പാക്കിയിരിക്കുന്നു എന്നാണ്. സുഹൈൽ നിഷേധിയായിരുന്നു, ബഹുദൈവാരാധകനായിരുന്നു. എന്നിട്ടും റസൂലുള്ള പറഞ്ഞെന്താണ്? അള്ളാഹു എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. എന്നാൽ മുസ്ലിമീങ്ങളോട് കുറച്ചൊക്കെ മയമുള്ള ആളാണെങ്കിൽ അത്തരം ഒരാളെ നൽകുക എന്നത് റബ്ബിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അത് ഇസ്ലാമിക വിരുദ്ധമല്ല, സലഫിയത്തിന് വിരുദ്ധമല്ല, മൻഹജിന് വിരുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും അറിയുവാൻ വേണ്ടി പറയുന്നു, ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് മറ്റേതൊരു ന്യൂനപക്ഷത്തെയും പോലെ നമുക്ക് പറയുവാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും സ്വാതന്ത്ര്യം നൽകുന്നവരാരോ അവരെ തെരഞ്ഞെടുക്കാനാണ് മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുവാൻ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ തീർച്ചയായും സന്നദ്ധരായിരിക്കും എന്ന കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.